ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കളറൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കേക്ക് കൊടുക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിനൊക്കെ കേക്കിൽ കളറ് യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ കളറ് യൂസ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ കേക്ക് കുറച്ച് നല്ല ഭംഗിയിൽ കിട്ടും വേണ്ടി വരും, എന്നാൽ അതിൽ കളറൊന്നും യൂസ് ചെയ്യാനും പാടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെക്കറേഷനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏത് കേക്കിലും നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. 2 ടയർ കേക്കും 3 ടയർ കേക്ക്, വെഡ്ഡിങ് കേക്കും ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 2 ടൈപ്പിലുള്ള ഗണാഷയാണ്. അപ്പോൾ ഒന്ന് 1:1 റേഷ്യോയിൽ തയ്യാറാക്കിയിട്ടുള്ള ഗണാഷയും രണ്ടാമത്തത് 1:2 റേഷ്യോയിൽ തയ്യാറാക്കിയിട്ടുള്ള ഗണാഷയാണ്. 1:1 എന്ന് പറഞ്ഞാൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് ചോക്ലേറ്റും, 1:2 ആണെങ്കിൽ നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് ചോക്ലേറ്റ്, ആ ഒരു അളവിൽ തയ്യാറാക്കിയിട്ടുള്ള ഗണാഷയാണ് കേട്ടോ വേണ്ടത്. ഇനി 1:2 റേഷ്യോയിൽ തയ്യാറാക്കിയിട്ടുള്ള ഇതുപോലുള്ള നല്ല തിക്കായിട്ടുള്ള ഗണാഷ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറ് കിട്ടും കേട്ടോ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. ഇനി ഈ ക്രീം നോസിലൊന്നും ഇല്ലാതെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ലീഫ് പോലെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ മെഹന്തിക്ക് ഇടാൻ അറിയുന്നവരാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 1:1 റേഷ്യോയിൽ തയ്യാറാക്കിയിട്ടുള്ള ഗണാഷ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ മറ്റേ ഗണാഷ് നമ്മൾ വിപ്പ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ആ ഒരു കളറായി മാറിയിട്ടുള്ളത്. ഇത് വിപ്പ് ചെയ്യാത്ത ഗണാഷയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ അടിപൊളിയായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്